Dear students, Environmental Science and Disaster Management എന്നുള്ള സബ്ജക്റ്റിൽ സെക്കൻഡ് മൊഡ്യൂളിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ആണ്. എന്താണ് എക്കോസിസ്റ്റം എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ്, ടൈപ്സ്, സ്ട്രക്ചർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ആൻ എക്കോസിസ്റ്റം? എന്താണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ലിവിങ് ഓർഗാനിസംസും അവർ സർവൈവ് ചെയ്യുന്ന ഹാബിറ്റാറ്റ്സ്, അതേപോലെയുള്ള ആ ഹാബിറ്റാറ്റിലുള്ള റിസോഴ്സസ്, ഈ മൂന്ന് കാര്യങ്ങളും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഹാബിറ്റാറ്റിനകത്ത് കുറേ ലിവിങ് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അവിടെ കുറേ റിസോഴ്സസും ഉണ്ടായിരിക്കും. ഈ ലിവിങ് ഓർഗാനിസംസും ഹാബിറ്റാറ്റ്സും അതേപോലെ റിസോഴ്സസും തമ്മിലുള്ള കോംപ്ലക്സ് റിലേഷൻഷിപ്പാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓർഗാനിസംസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ റിസോഴ്സസിനെയും ആ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നാച്ചുറൽ എക്കോസിസ്റ്റംസും ഉണ്ട്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റംസും ഉണ്ട്. ഇതാണ് നാച്ചുറൽ എക്കോസിസ്റ്റവും ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഫോറസ്റ്റ്, ഡെസേർട്ട് അതുപോലെയുള്ള എല്ലാം നാച്ചുറലി അറിയുന്നതെല്ലാം നാച്ചുറൽ എക്കോസിസ്റ്റംസ് ആണ്. അതേപോലെ നമ്മൾ റിക്രിയേഷണൽ പർപ്പസസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ എസ്തെറ്റിക് ബ്യൂട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാർക്സ് ഒക്കെ എല്ലാം, അങ്ങനെയുള്ളതെല്ലാം എന്താണ്, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റംസിനുള്ള എക്സാമ്പിൾസ് ആണ്. ലാർജസ്റ്റ് എക്കോസിസ്റ്റംസിനെ നമുക്ക് ബയോംസ് എന്ന് വിളിക്കാം. സോ ബയോംസിന് എക്സാമ്പിൾസ് ആയിട്ട് ഡെസേർട്ട്, തണ്ട്ര, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഇതെല്ലാം ഡെസേർട്ട്, തണ്ട്ര, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇതെല്ലാം എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? ബയോംസ്, അതായത് ലാർജസ്റ്റ് എക്കോസിസ്റ്റംസിനുള്ള എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം വരുന്നത്. ദെൻ എക്കോസിസ്റ്റത്തിലുള്ള ലിവിങ് ഓർഗാനിസംസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പോപ്പുലേഷൻസും കമ്മ്യൂണിറ്റീസും. പോപ്പുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഷീസാണ് ഏറ്റവും കൂടുതൽ ഒരു ഹാബിറ്റാറ്റിൽ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് പോപ്പുലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു സ്പീഷീസാണ് ലാർജ്ലി ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഹാബിറ്റാറ്റിൽ ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ പോപ്പുലേഷൻസ് എന്ന് വിളിക്കാം. അതേസമയത്ത് ഒരു ഹാബിറ്റാറ്റ് കൺസിഡർ ചെയ്യുന്ന ടൈമിൽ അതിലുള്ള ഒരു സ്പീഷീസ് മാത്രം ഡോമിനേറ്റ് ചെയ്യുന്നില്ല. എല്ലാ സ്പീഷീസും നോക്കുമ്പോൾ എന്താണ്, കമ്പാരബിളി സെയിം നമ്പേഴ്സിലാണ് എല്ലാ സ്പീഷീസും ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ആ ഹാബിറ്റാറ്റിനെ, അവിടെയുള്ള ലിവിങ് ഓർഗാനിസംസിനെ കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ സെയിം സ്പീഷീസാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ പോപ്പുലേഷൻസും, എല്ലാ സ്പീഷീസും ഒരേപോലെ ഹാബിറ്റാറ്റിൽ പ്രസൻറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ ഇസ് ദ കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടായിരിക്കുക? അബയോട്ടിക് കമ്പോണൻസും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബയോട്ടിക് കമ്പോണൻസും ഉണ്ടായിരിക്കും. ഈ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലിവിങ് കമ്പോണൻസ് ആണ് ബയോട്ടിക് കമ്പോണൻസ്. അത് തന്നെ 3 ടൈപ്സ് ഉണ്ട്: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡികമ്പോസേഴ്സ്. ഓക്കെ, അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ലൈക്ക് വാട്ടർ, സോയിൽ, എയർ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ, ഫോസ്ഫറസ്, സൾഫർ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇതുപോലെയുള്ള ഇൻഓർഗാനിക് സബ്സ്റ്റൻസസും ഇൻക്ലൂഡഡ് ആണ് അബയോട്ടിക് കമ്പോണൻസിൽ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ബയോട്ടിക് കമ്പോണൻസ്. നമ്മൾ പറഞ്ഞു ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസിനെയാണ് നമ്മൾ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞു. ഈ ബയോട്ടിക് കമ്പോണൻസ് ആണ് എന്താണ്, അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ മെനി ഡിഫറെൻറ്റ് പോപ്പുലേഷൻസിൽ, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻസിൽ ഈ ഓരോ ബയോട്ടിക് കമ്പോണൻറ്റും അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബയോട്ടിക് കമ്പോണൻസ് 3 ടൈപ്സ് ആണെന്ന് പറഞ്ഞു: പ്രൊഡ്യൂസർ, കൺസ്യൂമേഴ്സ് ആൻഡ് ഡികമ്പോസേഴ്സ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ്? These are the organisms which will be synthesizing their own food. അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്. പ്രൊഡ്യൂസേഴ്സ് ആർ ഓൾസോ കോൾഡ് ഓട്ടോട്രോപ്സ്. ഓട്ടോട്രോപ്സ് എന്ന് നമുക്ക് അവരെ വിളിക്കാം. അവരാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ് ആർ ദ സോഴ്സ് ഓഫ് ഓൾ കെമിക്കൽ എനർജി ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. ആ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് ചെയിൻസിലൂടെ, ഫുഡ് വെബിലൂടെ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അവരെങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്? സൺലൈറ്റ് ട്രാപ്പ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഫുഡാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കൺസ്യൂമേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഓട്ടോട്രോപ്സ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈ ഫുഡിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം? കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാം. പ്രൊഡ്യൂസേഴ്സിനെ മാത്രമല്ല, മറ്റുള്ള ഓർഗാനിസംസിനെ, ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമുക്ക് എന്ത് വിളിക്കാം? കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ,
Then next one is heterotrophs. ഈ കൺസ്യൂമേഴ്സ് തന്നെ നമുക്ക് എന്തുണ്ട്, ഹെർബിവോസ്, കാർണിവോസ്, ഓംനിവോസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സിന് വരുന്നുണ്ട്. നമുക്ക് കൺസ്യൂമേഴ്സിനെ നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഓട്ടോട്രോപ്സിനെ വിളിച്ച പോലെ തന്നെ കൺസ്യൂമേഴ്സിനെ വി ക്യാൻ കോൾ ദം ആസ് ഹെറ്ററോട്രോപ്സിനെ വിളിക്കാം. ഓക്കെ. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിനെ, ഗ്രീൻ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് ഹെർബിവോസ് എന്ന് വിളിക്കാം. ഓക്കെ. സോ ഗ്രീൻ പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി കോൾഡ് ആസ് ഹെർബിവോസ്. ദെൻ അതർ ആനിമൽസ്, കുറച്ച് ലിവിങ് ഓർഗാനിസംസ് എന്ത് ചെയ്യും, മറ്റുള്ള ലിവിങ് ഓർഗാനിസംസിനെയാണ് എന്തിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദേ വിൽ ബി കോൾഡ് ആസ് കാർണിവോസ്. അതേപോലെ ഓംനിവോസും ഉണ്ട്. ബോത്ത് ലിവിങ് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് ഗ്രീൻ പ്ലാന്റ്സിന് അതേപോലെ തന്നെ മറ്റുള്ള ലിവിങ് ഓർഗാനിസംസിന് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ അവരെ നമുക്ക് ഓംനിവോസ് വിളിക്കാം. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹെർബിവോസ് എന്ന് പറഞ്ഞത്. സോ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫുഡ്, ഹെർബിവോസിൻ്റെ ഫുഡ് എന്തൊക്കെയായിരിക്കും, ലീവ്സ്, ഗ്രാസ്, ഫ്ലവേഴ്സ്, സീഡ്സ്, റൂട്ട്സ്, ഫ്രൂട്ട്സ്, ബാർക്ക്, പൊള്ളൻ, അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഹെർബിവോസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അവർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡീർ, ഹോസസ്, റാബിറ്റ്സ്, കൗസ്, ബീസ്, ഷീപ്പ്, ഗ്രാസ് ഹോപ്പേഴ്സ്, ഇതൊക്കെയാണ് ഹെർബിവോസിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കാർണിവോസ് ആണ്. കാർണിവോസ് എന്തായിരുന്നു, ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ലിവിങ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരാം, ഇൻസെക്ട്സ് ഫുഡായി യൂസ് ചെയ്യാം, അതേപോലെ തന്നെ മറ്റുള്ള ആനിമൽസിനെ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുന്നത് ലയൺ, ടൈഗർ, അതേപോലെ കുറേ ടൈപ്സ് ഓഫ് കാറ്റ്സ്, ദെൻ ബേർഡ്സ്, ഈഗിൾസ്, ഹോക്സ്, ഔൾസ് പോലുള്ള ബേർഡ്സ്, ദെൻ ഫിഷസിൻ്റെ കേസസ് വരുമ്പോൾ ഷാർക്സ്, ഫ്രോഗ്സ്, സ്പൈഡേഴ്സ്, ഇതെല്ലാം എന്താണ് കാർണിവോസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഓംനിവോസ്. പറഞ്ഞു പ്ലാന്റ്സിനെയും ആനിമൽസിനെയും രണ്ടിനെയും ഒരു ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ ദേ ആർ കോൾഡ് ആസ് ഓംനിവോസ്. ഓംനിവോസിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്. ദെൻ അതുപോലെ ബിയേഴ്സ് ഉണ്ട്, ദെൻ റക്കൂൺസ് ഉണ്ട്, ദെൻ കുറേ പ്രിമേറ്റ്സ്, ഏപ്സ് ആൻഡ് മങ്കീസ് പോലെയുള്ള പ്രിമേറ്റ്സ് ഉണ്ട്, ദെൻ സീഗൾസ് ആൻഡ് അതർ ബേർഡ്സ്, ഇവരെല്ലാം എന്തിനാണ് വരുന്നത്, ഓംനിവോസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് ഡികമ്പോസേഴ്സ് ആണ്. എന്താ ഡികമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കാറ്റഗറി ഓഫ് കൺസ്യൂമേഴ്സ് ആണ് അല്ലേ. അവരെന്താ ചെയ്യുന്നത്, ഫുഡിന് വേണ്ടിയിട്ട് ഡെഡ് ആൻഡ് ഡീക്കേഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഫുഡായിട്ട്. സോ എക്സാമ്പിൾ വരുന്നത് ഫംഗൈ, ബാക്ടീരിയ, അതെല്ലാമാണ് വരുന്നത്. ഓക്കെ. ഡികമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ എൻവയോൺമെൻറ്റിൽ ക്ലീനേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവർ സർവൈവ് ചെയ്യുന്ന എവിടെയാണ്, അവർ ഫുഡിൽ തന്നെയാണ് സർവൈവ് ചെയ്യുന്നത്. കാരണം ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിസംസിൽ തന്നെയാണ് ഡികമ്പോസേഴ്സ് സർവൈവ് ചെയ്യുന്നത്. പ്രൈമറി ഡികമ്പോസേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആൻഡ് ഫംഗൈ ആണ് വരുന്നത്. ദെൻ ഡികമ്പോസേഴ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ എൻവയോൺമെൻറ്റിലോട്ട് തിരിച്ച് റോ മെറ്റീരിയൽസ് ആയിട്ടും ന്യൂട്രിയൻസ് ആയിട്ടും കൊടുക്കുകയാണ് ഡികമ്പോസേഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫുഡ് ചെയിൻ എടുത്തു, ഫുഡ് ചെയിനിൽ നോക്കിയപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രാസ് ഹോപ്പേഴ്സ് വന്നു, ദെൻ അതിനെ കൺസ്യൂം ചെയ്ത റാറ്റ്സ്, ദെൻ അതിനെ കൺസ്യൂം ചെയ്ത് സ്നേക്ക്, ദെൻ വൾച്ചർ. ഈ വൾച്ചർ ഫുഡ് ചെയിൻ അവസാനിക്കുന്ന എവിടെയാണ്, വൾച്ചറിലാണ് അല്ലേ. അപ്പോൾ ആ വൾച്ചർ ഡെഡ് ആയി കഴിഞ്ഞാൽ അത് എൻവയോൺമെൻറ്റിൽ സോയിലിൽ എത്തുന്നത് എങ്ങനെയാണ്, ആ ഡീക്കേഡായി കിടക്കും. ആ ഫോമിൽ ഡികമ്പോസേഴ്സ് എന്ത് ചെയ്യും, തിരിച്ച് അതിനെ ന്യൂട്രിയൻസ് ആയിട്ട് സോയിലിലോട്ട് കൊടുക്കുന്നത് ആരാ, ഡികമ്പോസേഴ്സാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫുഡ് ചെയിൻസിനെ കുറിച്ച് പഠിക്കാവുന്നതുള്ള ഫുഡ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്ലോ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഫുഡ് അല്ലേ. ഒരു എനർജിയുടെ ട്രാൻസ്ഫറിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഒരു സീക്വൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയിൽ. ആ ലിവിങ് ഓർഗാനിസംസിൻ്റെ സീക്വൻസിലൂടെ എന്ത് പാസ് ചെയ്യാണ്, ഫുഡ് ട്രാൻസ്ഫർ ചെയ്യാണ്, എനർജി ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഫുഡ്. അപ്പോൾ നമുക്ക് ഫുഡ് ചെയിനിൽ മനസ്സിലാക്കാൻ പറ്റും ഹൂ ഈറ്റ്സ് ഹൂം, ഏത് ലിവിങ് ഓർഗാനിസത്തെയാണ് കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫുഡ് ചെയിനിലുള്ള ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, ഫ്ലോ ഓഫ് എനർജിനെയാണ് അത് കാണിക്കുന്നത്. ദെൻ പ്രിഡേറ്റർ എന്താണ്, പ്രേ എന്താണ്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഓർഗാനിസം ഇസ് ഈറ്റിംഗ് അതർ ഓർഗാനിസം. ഇപ്പോൾ ക്യാറ്റ്സ് ഈറ്റ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രിഡേറ്റർ ഏതാണ്, ക്യാറ്റാണ് വരുന്നത്. അതാണ് പ്രിഡേറ്റർ എന്ന് പറയുന്നത്. പ്രേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഓർഗാനിസത്തിനെയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രേ എന്ന് പറയുന്നത്. സോ ഇവിടെ ബിയർ എന്ന് പറയുന്നത് എന്താണ്, പ്രെഡേറ്ററും, ഫിഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രേയും ആയിരിക്കും വരിക. നെക്സ്റ്റ് നമുക്ക് സക്സഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വെൻ വൺ തിങ് ഇസ് റീപ്ലേസ്ഡ് ബൈ ദ അതർ ആൻഡ് ദ പ്രോസസ്സസ് കണ്ടിന്യൂ ടിൽ എ ഫൈനൽ സ്റ്റേജസ് റീച്ച്. അപ്പോൾ സക്സഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സാധനത്തെ മറ്റൊരു സംഭവം വെച്ച് റീപ്ലേസ് ചെയ്യാണ്. പക്ഷെ ആ പ്രോസസ്സ് എന്താണ്, അങ്ങനെ സക്സീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനാണ് സക്സഷൻ എന്ന് പറയുന്നത്. ഈ ടേം ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹൾട്ട് എന്ന് പറഞ്ഞൊരു ആളാണ്. അപ്പം
അപ്പോൾ നമ്മൾ ഈ ഫുഡ് ചെയിനൊക്കെ വരുന്ന സമയത്ത് എന്താ വരുന്നത്, ഒരു സക്സഷനാണ് വരുന്നത് അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്ലോ ഓഫ് എനർജി വരികയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇതിനെ എന്താണ് മറ്റൊരു സാധനം വെച്ച് റീപ്ലേസ് ചെയ്തു, അങ്ങനെ റീപ്ലേസ് ചെയ്തതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെയും അത് എത്തുകയാണ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ സയൻസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്കോളജിക്കൽ സക്സഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ എന്താ നമുക്ക് വരുന്നത്, ഈ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ പ്രോസസ്സിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. ഈ പ്രോസസ്സിൽ വരുന്ന ചേഞ്ചിനെ ആരാണ് റീപ്ലേസ് ചെയ്യുന്നത്, സ്പീഷീസ് സ്ട്രക്ചറിലൂടെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് ഓരോ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് വന്നിട്ടാണ് എന്ത് വരുന്നത്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രൈമറി സക്സഷൻ, സെക്കൻഡറി സക്സഷൻ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരു എക്കോസിസ്റ്റം അവിടെ നിലനിൽക്കുകയാണ്, പക്ഷെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് അവിടെ എന്തായി, ആ എക്കോസിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആയി, അല്ലെങ്കിൽ അത് നശിച്ചുപോയി. അതിനുശേഷം പിന്നെയും അത് വരികയാണ്. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഷീസിൻ്റെ ഫോർമേഷൻ കാരണം അല്ലെങ്കിൽ ഓർഗാനിസംസിൻ്റെ ഫോർമേഷൻ കാരണം അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്കോളജിക്കൽ സക്സഷൻ ആണെന്ന് പറയാൻ പറ്റും. അതായത് കമ്മ്യൂണിറ്റി പിന്നെയും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു ലാവ ഫ്ലോ കാരണം ഇപ്പോൾ പെട്ടെന്ന് നല്ലൊരു ഫോറസ്റ്റ് ആയിരുന്നു, ആ ഫോറസ്റ്റിനകത്തൊരു വോൾക്കാന ഉണ്ടായിരുന്നു, അവിടെ ലാവ ഫ്ലോ കാരണം എന്ത് സംഭവിച്ചാൽ ഫോറസ്റ്റ് നശിച്ചു പോയി എന്ന് വിചാരിക്കും. പിന്നെയും അവിടെ എന്തുണ്ടാവുകയാണ്, കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെയും അവിടെ സ്പീഷീസ് സ്ട്രക്ചർ വരേണ്ടത് ചേഞ്ച് ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട്, അവിടെ പിന്നെയും ലിവിങ് ഓർഗാനിസംസ് വന്നു, ദെൻ പഴയ പോലെ ഫോറസ്റ്റ് റിക്രിയേറ്റഡ് ആയി എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു എക്കോളജിക്കൽ സക്സഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ കമ്മ്യൂണിറ്റി പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്ലാന്റ്സ് പുതിയതായിട്ട് ഉണ്ടാവുന്നു, അതിൻ്റെ ബേസിൽ കുറേ ആനിമൽസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറേ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ആ കമ്മ്യൂണിറ്റി പിന്നെയും റിക്രിയേറ്റഡ് ആവും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ആ കമ്മ്യൂണിറ്റിയിലുള്ള ടോട്ടൽ മാറ്റർ പിന്നെയും ഇൻക്രീസ് ചെയ്ത് പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നശിച്ചു ആ കമ്മ്യൂണിറ്റി എങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഹാബിറ്റാറ്റ് എക്കോസിസ്റ്റം എങ്കിൽ പോലും എന്ത് സംഭവിക്കും, കുറേ ആസ് ഡേയ്സ് പാസസ് എന്ത് സംഭവിക്കും, അവിടെ പിന്നെയും ബയോമാസും അതുപോലെ ടോട്ടൽ മാറ്റർ എല്ലാം ഇൻക്രീസ് ചെയ്ത് പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ന്യൂട്രിയൻ കൺസർവേഷൻ കൂടും. സോ അങ്ങനെ പിന്നെ എന്ത് സംഭവിക്കും, പിന്നെ നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ഇൻക്രീസസ് ആവും അല്ലേ. ട്രോഫിക് ലെവൽസ് എന്തായിരുന്നു, അത് കൺസ്യൂം ചെയ്യുന്ന ഓരോ ഓർഗാനിസംസും അങ്ങനെ ട്രോഫിക് ലെവൽസ് ഇൻക്രീസസ് ആവും. ദെൻ ഡീകമ്പോസേഴ്സ് അവിടെ വരും. അങ്ങനെ എന്ത് സംഭവിക്കും, അവിടെ പിന്നെയും എക്കോസിസ്റ്റം ഡെവലപ്ഡ് ആവും. സോ അതാണ് എന്തെന്ന് പറയുന്നത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓർഗാനിസംസ് കൂടിക്കൊണ്ടിരിക്കുന്നു, ട്രോഫിക് ലെവൽസ് കൂടുന്നു, ദെൻ എന്ത് സംഭവിക്കും, ഓരോ ഓർഗാനിസംസിൻ്റെയും സ്പീഷീസിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ദെൻ അവിടെ പിന്നെയും ബാലൻസ് വന്നുകൊണ്ടിരിക്കും, എക്കോളജിക്കൽ ബാലൻസ് വന്നുകൊണ്ടിരിക്കും. ദെൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ഹെട്രോജീനസ് ആയി മാറും. ഹെട്രോജീനസ് എന്താ, കുറേ സ്പീഷീസ് വരും അല്ലേ, കമ്മ്യൂണിറ്റീസായി ഡെവലപ്പ് ചെയ്യും. അത് ഒരു സിംഗിൾ സ്പീഷീസ് മാത്രം ഡോമിനേറ്റ് ചെയ്യാതെ എല്ലാ സ്പീഷീസും ഒരേപോലെ അതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ദെൻ സിമ്പിൾ ഫുഡ് ചെയിൻസ് അവിടെ ഉള്ളതെല്ലാം എന്തായി മാറും, ഓർഗാനിസംസ് കൂടുന്നതനുസരിച്ച്, ഡൈവേഴ്സിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് കൂടും, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസ് ആയിട്ട് മാറും. ദെൻ ഇത്രയാണ് എക്കോളജിക്കൽ സക്സഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ദെൻ എക്കോളജിക്കൽ സക്സഷൻ തന്നെ നമുക്ക് രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. പ്രൈമറി സക്സഷനും ഉണ്ട്, അതേപോലെ സെക്കൻഡറി സക്സഷനും വരുന്നുണ്ട്. പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിറ്റി ഒന്നും അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്താണ്, കാലക്രമേണ അവിടെ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അത് എന്തെങ്കിലും റീസൺസ് കൊണ്ടാവാം, പുതിയൊരു ലാവ ഫോം ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു വോൾക്കാനോയിൽ നിന്നൊരു റോക്ക് ഉണ്ടായതുകൊണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് റോക്ക് ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും, മെല്ലെ മെല്ലെ അത് പൊടിഞ്ഞു വെതറിങ് കാരണം അവിടെ സോയിൽ ഉണ്ടായിരിക്കും. ദെൻ അവിടുത്തെ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും, പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആനിമൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല, വിച്ച് നെവർ ഹാഡ് എ കമ്മ്യൂണിറ്റി ലിവിങ് വിത്തിൻ ഇറ്റ്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് തനിയെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു എക്കോസിസ്റ്റം, അല്ലെങ്കിൽ അവിടെ ന്യൂ ഐലൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ലാവ കാരണം ഒരു പുതിയൊരു ലാവ ഉണ്ടായി, സോ അവിടുന്ന് റോക്ക് വന്നു, ദെൻ വെതറിങ് കാരണം അവിടെ സോയിൽ ഉണ്ടായി, ദെൻ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്തു, ഇതെല്ലാം മീൻസ് ആനിമൽസ് വന്നു, ലാസ്റ്റ് എന്തായാലും ഒരു ഐലൻഡായി മാറും. ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിനാണ് എന്തെന്ന് പറയുന്നത്, പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി അവിടെ ഒരു ഹാബിറ്റാറ്റ് ഉണ്ടായിരുന്നു, ഓക്കെ, പാർഷ്യലി ഡിസ്ട്രോയിഡോ അല്ലെങ്കിൽ ഫുള്ളായിട്ടും ആ ഹാബിറ്റാറ്റ് ഡിസ്ട്രോയ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. അത് എന്തെങ്കിലും കാരണം, ഒരു ഫയർ കൊണ്ടോ, ഫോറസ്റ്റ് ഫയറോ, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസോ കൊണ്ടോ മറ്റോ അവിടെ നിലനിന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എക്കോസിസ്റ്റം
നശിച്ചുപോയി. പിന്നീട് എന്താണ്, കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെയും ആ ഏരിയയിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യുകയാണ്, എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് യു ഗോട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സക്സഷൻ. ഒരു കമ്മ്യൂണിറ്റി നിലനിന്നിരുന്നില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അതാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, എന്തെങ്കിലും അത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് കാരണം അത് നശിച്ചു പോയി, ദെൻ അവിടെ നിന്ന് പിന്നെയും പുതിയ ഹാബിറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി കോൾഡ് ആസ് സെക്കൻഡറി സക്സഷൻ. ദെൻ ഫുഡ് ചെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഫ്ലോ ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ദെൻ ഫുഡ് ചെയിനെ കുറിച്ചുള്ള ഫാക്ട്സ് ആണ്, കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറയുന്നത്. സോ ദേ വിൽ ബി ക്രിയേറ്റിംഗ് ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. അതേപോലെ ആനിമൽസ് എന്താണ്, കൺസ്യൂമേഴ്സ് ആണ്. ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഹെർബിവോർസ് എന്ന് പറയാം. അതേപോലെ മറ്റുള്ള ലിവിങ് ഓർഗാനിസംസിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കോൾഡ് ആസ് കാർണിവോർസ് എന്ന് പറയാം. ട്രോഫിക് ലെവൽസിനെ ഫുഡ് ചെയിൻ. ട്രോഫിക് ലെവൽസ്, ഒരു ഫുഡ് ചെയിനിൽ എന്തൊക്കെ ട്രോഫിക് ലെവൽസ് അല്ല പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്റ്റായി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെർബിവോർസ് എന്ന് വിളിക്കാം. ആ ഹെർബിവോർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ ഇത് വിൽ ബി കോൾഡ് ആസ് പ്രൈമറി കാർണിവോർസ്. ദെൻ ഈ കാർണിവോർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ ദേ ആർ കോൾഡ് ആസ് സെക്കൻഡറി കാർണിവോർസ്. അപ്പോൾ നമ്മളൊരു ഫുഡ് ചെയിൻ എടുത്തിട്ട് പറയുകയാണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആവാം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗ്രാസ് ഹോപ്പേഴ്സ് ആയിരിക്കാം. ദെൻ ഗ്രാസ് ഹോപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റാറ്റ്സ് ആയിരിക്കാം. ദെൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരായിരിക്കും, സ്നേക്ക് ആയിരിക്കാം. ദെൻ സ്നേക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വൾച്ചർ അല്ലെങ്കിൽ ഔൾ പോലുള്ള ബേർഡ്സ് ആയിരിക്കാം. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സോ പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്റ്റായി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഗ്രാസ് ഹോപ്പേഴ്സ് വിൽ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ഹെർബിവോർസ്. ദെൻ റാറ്റ്സ് വിൽ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ പ്രൈമറി കാർണിവോർസ്. സ്നേക്സ് വിൽ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ സെക്കൻഡറി കാർണിവോർസ്. അങ്ങനെയാണ് പോകുന്നത്. അതേസമയം പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്, ക്വാറ്റർണറി കൺസ്യൂമേഴ്സ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഗ്രാസ് ഹോപ്പേഴ്സിനെ ഡയറക്റ്റായിട്ട് പ്രൈമറി കൺസ്യൂമേഴ്സിനകത്ത്, ദെൻ ഗ്രാസ് ഹോപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന റാറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദെൻ റാറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്നേക്ക് ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. ദെൻ ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള സ്നേക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും വൾച്ചർ അല്ലെങ്കിൽ ഓൾ ആണെങ്കിൽ അവരായിരിക്കും ക്വാറ്റർണറി കൺസ്യൂമേഴ്സ്. അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഒരു ഫുഡ് ചെയിനിലുള്ള കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ട്രോഫിക് ലെവൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫുഡ് ചെയിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ടൈപ്സ് ഓഫ് ഫുഡ് ചെയിനാണ് വരുന്നത്, ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും. പ്രൊഡ്യൂസേഴ്സാണ്, ഗ്രീൻ പ്ലാന്റ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ, അത് വെച്ചിട്ടാണ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ദെൻ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഫുഡ് ചെയിനിൽ ഹെർബിവോർസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ ഗ്രാസ് ഹോപ്പർ, ബേർഡ്സ്, ഫാൽക്കൺ അങ്ങനെ കാണിക്കുന്നതായിരിക്കും ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിനെ കുറിച്ചാണ്. 2 ടൈപ്സ് ഓഫ് ഫുഡ് ചെയിനാണ് വരുന്നത്, ഗ്രേസിംഗ് ഫുഡ് ചെയിനും അതേപോലെ തന്നെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനും. ഗ്രീൻ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് വിളിക്കാം. സോ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഗ്രാസ് ഹോപ്പർ, ബേർഡ്സ്, ഫാൽക്കൺ അതുപോലെയുള്ള ഫുഡ് ചെയിൻസ് ഒക്കെ ആയിരിക്കും ഗ്രേസിംഗ് ഫുഡ് ചെയിൻസിലോട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നോക്കിയാൽ ഫ്ലവറാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൺസ്യൂമർ കാറ്റർപില്ലർ ഉണ്ട്. ദെൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെക്കൻഡറി കൺസ്യൂമറായിട്ട് ഫ്രോഗ് ഉണ്ട്. ദെൻ ടെർഷ്യറി കൺസ്യൂമർ സ്നേക്ക് ഉണ്ട്. ദെൻ അതിനെ കൺസ്യൂം ചെയ്യുന്ന ഓളാണ് എന്ത് ക്വാറ്റർണറി കൺസ്യൂമർ എന്ന് പറയുന്നത്. സോ ഇതൊരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ്. ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീക്കേഡ് ആനിമൽസിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിനെയാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ. ദെൻ എന്താ സംഭവിക്കുന്നത്, ഫുഡ് ചെയിൻ ഈ ഡികമ്പോസേഴ്സിൻ്റെ ഫുഡ് ചെയിനാണ് മെയിനായിട്ട് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് ബാക്ടീരിയ, ഫംജൈ, പ്രൊട്ടോസോവ, ഇൻസെക്ട്സ്, നെമാറ്റോഡ്സ് ഒക്കെയാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിൽ വരുന്നത്. ദെൻ അതാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ്റെ ഒരു എക്സാമ്പിൾ. നോക്കി, സൺലൈറ്റ്, മാക്സിമം സൺലൈറ്റ് കിട്ടുന്നുണ്ട്. സോ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിലോട്ട് എത്തും. അതിന് ഡികമ്പോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ, മില്ലിപേഡ്, എറോബിക് റെസ്പിറേഷൻ നടത്തിയിട്ട് എന്ത് സംഭവിച്ചു, ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫുഡ് ചെയിൻസിനും ഫുഡ് വെബ്സിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഫുഡ് ചെയിൻസിനെ കുറിച്ച് പഠിക്കുകയാണെന്ന് വെച്ചാൽ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഡിഫറെൻറ്റ് ഓർഗാനിസംസ് തമ്മിലുള്ള ഫീഡിങ് റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എനർജി ഫ്ലോനെ കുറിച്ചും സർക്കുലേഷൻ ഓഫ് മാറ്ററിനെ കുറിച്ചും അതിൻ്റെ മെക്കാനിസംസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ
എങ്ങനെ ടോക്സിക് സബ്സ്റ്റൻസസിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഫുഡ് ചെയിൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വി ഹാവ് ടു ലേൺ അബൌട്ട് ഫുഡ് വെബ്. എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ കുറേ ഫുഡ് ചെയിൻസിൻ്റെ നെറ്റ്വർക്കാണ് അല്ലേ. ഈ ഫുഡ് ചെയിൻസ് എങ്ങനെയെല്ലാമാണ് ഇൻ്റർ കണക്റ്റഡ് ആയി കിടക്കുന്നത്, ഓരോ ട്രോഫിക് ലെവൽസും എങ്ങനെയാണ് ഇൻ്റർ കണക്റ്റഡ് ആയി കിടക്കുന്നത്, ദെൻ ഇതിൻ്റെ ഫീഡിങ് കണക്ഷൻസ് എന്തൊക്കെയാണ്, ഒരു ഓർഗാനിസത്തിന് എത്ര കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫുഡ് വെബ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ. ഫുഡ് വെബിനെ നമുക്ക് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കൺസ്യൂമർ റിസോഴ്സ് സിസ്റ്റം എന്നും കൂടി നമുക്കതിനെ വിളിക്കാൻ സാധിക്കും. ദെൻ ഈ ഫുഡ് വെബിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കാം. എന്താണ്, ഒരു ഫുഡ് വെബിൽ ഇൻഡിവിജ്വൽ സ്പീഷീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നോഡ് എന്ന് വിളിക്കാം. നോഡ് ക്യാൻ ബി ഒരു ഇൻഡിവിജ്വൽ സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആവാം. അതിനെ നമുക്ക് നോഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഈ രണ്ട് നോഡ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നതിനെ നമുക്ക് ലിങ്ക് എന്ന് വിളിക്കാം അല്ലേ. ഈ ആരോസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിങ്ക് എന്ന് വിളിക്കുന്നത്. എപ്പോഴും ഈ ലിങ്കിലുള്ള ആരോസ് എന്തായിരിക്കും, പ്രേനെ പ്രെഡേറ്ററിലോട്ടായിരിക്കും കാണിക്കുന്നത്. ഇറ്റ് ഓൾവേസ് ഗോ ഫ്രം പ്രേ ടു പ്രെഡേറ്റർ. ദെൻ ഒരു ഫുഡ് വെബിലുള്ള ലോവസ്റ്റ് ട്രോഫിക് ലെവലിൽ നമുക്ക് ബേസൽ സ്പീഷീസ് എന്നും അതുപോലെ തന്നെ ഹയസ്റ്റ് ട്രോഫിക് ലെവലിൽ നമുക്ക് ടോപ്പ് പ്രെഡേറ്റേഴ്സിനെ വിളിക്കാം. ദെൻ ഒരു ഫുഡ് ചെയിൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും എനർജി ഫ്ലോ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ആയിരിക്കും. അതേസമയം ഒരു ഫുഡ് വെബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. അവിടുത്തെ മൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രിയൻസും അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നതും. സോ ഇതാണ് മെയിനായിട്ട് ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അക്വാറ്റിക് ഫുഡ് വെബാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിയ ഒരു സൈറ്റോപ്ലാങ്ക്ടൻസ്, സൂപ്ലാങ്ക്ടൻസ് വരുന്ന അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്മോളർ ഫിഷസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലാർജർ ഫിഷസ്, ദെൻ ബിയർ, അങ്ങനെ തമ്മിൽ എന്താണ് ഓരോ ഫുഡ് ചെയിൻസും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഫോറസ്റ്റിലുള്ള ഒരു ഫുഡ് വെബാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫുഡ് വെബിൽ എന്താണ്, ഓരോ പ്രൊഡ്യൂസർ ഉണ്ട്, പ്രൊഡ്യൂസറിന് എത്ര പ്രൈമറി കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്, ഗോട്ട് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, മൗസ് ഉണ്ട്. ദെൻ ഈ ഓരോ കൺസ്യൂമേഴ്സിനെയും പ്രൈമറി കൺസ്യൂമേഴ്സിനെയും കൺസ്യൂം ചെയ്യാൻ ഒരുപാട് സെക്കൻഡറി കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ഫുഡ് ചെയിൻസ് ഇൻ്റർലിങ്ക് ചെയ്തിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ദെൻ ഇതൊരു ഗ്രാസ് ലാൻഡിലുള്ള ഒരു ഫുഡ് വെബാണ്. ഇതിലും നോക്കിയതുപോലെ ഓരോ കൺസ്യൂമേഴ്സും ഡിഫറെൻറ്റ് വൺ ഓർ മോർ ദാൻ വൺ കൺസ്യൂമേഴ്സ് വരുന്നുണ്ട് അല്ലേ. സോ ഇതെല്ലാം ഓരോ എക്കോസിസ്റ്റത്തിലുള്ള ഫുഡ് വെബാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഫുഡ് വെബ് മാത്രമേ നോക്കി. ഇപ്പം നോക്കിയ ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റം, രണ്ട് എക്കോസിസ്റ്റംസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് വെബാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഫുഡ് വെബിൻ്റെ സിഗ്നിഫിക്കൻസാണ് നോക്കാനുള്ളത്. നമുക്ക് എന്താണ് ഓരോ ആനിമൽ റിലേഷൻഷിപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും ഒക്കെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും. ദെൻ ഓരോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഫുഡ് സോഴ്സസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഓരോ എക്കോസിസ്റ്റത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്. അവരെങ്ങനെ എൻവയോൺമെൻറ്റ് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, സർവൈവലിനുള്ള ഓക്സിജൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു, റീപ്രൊഡക്ഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫുഡ് വെബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നമുക്ക് എക്കോളജിക്കൽ പിരമിഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ ഈ ഫുഡ് ചെയിൻസിനെ നമ്മൾ ഒരു ട്രയാങ്കുലർ മാനറിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ഈ ഫുഡ് ചെയിനിലുള്ള ഓരോ ട്രോഫിക് ലെവൽസിനെയും നമുക്ക് ഇങ്ങനെ ട്രയാങ്കിളിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ എക്കോളജിക്കൽ പിരമിഡ്സ് കിട്ടും. ഓക്കെ, ട്രോഫിക് ലെവൽസിന് എങ്ങനെയാണ് നമുക്ക് ഫുഡ് ചെയിനിലുള്ള ഫീഡിങ് പൊസിഷൻസ് വെച്ചിട്ടാണ് നമ്മളിതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിന് പ്രൈമറി പ്രൊഡ്യൂസേഴ്സും ഹെർബിവോഴ്സും പ്രൈമറി കാർണിവോഴ്സും ഒക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് എക്കോളജിക്കൽ പിരമിഡ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഇതിൽ നോക്കിയ ഏറ്റവും ബേസിൽ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. ദെൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഹെർബിവോഴ്സ് ഉണ്ട്. ദെൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രൈമറി കാർണിവോഴ്സ്. അങ്ങനെ ഓരോ ട്രോഫിക് ലെവൽസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫീഡിങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫീഡിങ് പൊസിഷൻസിനെ കാണിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ, സോ ഇറ്റ് വിൽ ബി പ്രൈമറി കൺസ്യൂമേഴ്സ്. ദെൻ ഗ്രാസ് ഹോപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരായിരിക്കും, ഫ്രോഗ്സ് ആയിരിക്കും അല്ലേ. സോ ഫ്രോഗ്സ് വിൽ ബി സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദെൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്നേക്സ് ആയിരിക്കും. സോ ടേഴ്ഷറി കൺസ്യൂമേഴ്സ് ആയി വരും സ്നേക്സ്. ദെൻ ഓൾസ് ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാട്ടർണറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ ടേഴ്ഷറി കൺസ്യൂമേഴ്സ് വരെ കാണിച്ചിട്ടുള്ളൂ, ഞാൻ ക്വാട്ടർണറിയും കൂടി പറഞ്ഞു എന്ന് മാത്രം. എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത് 3 ടൈപ്സ് വരുന്നുണ്ട് നമുക്ക്. പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്.
ദെൻ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ട്രോഫിക് ലെവൽസിലുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് പിരമിഡ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്പേഴ്സ് ഏറ്റവും ലാർജ് നമ്പേഴ്സ് ഏതായിരിക്കും ഉണ്ടായിരിക്കുക? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ട്രയാങ്കിളുടെ ബേസ് പോർഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത് എന്തായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ദെൻ ആസ് ദ ട്രോഫിക് ലെവൽ ഇൻക്രീസസ് എന്ത് സംഭവിക്കും? ദ എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സ്പീഷീസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരും. സോ നമുക്കൊരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് ആയിരിക്കും പിരമിഡ് ഓഫ് നമ്പേഴ്സിന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് കണ്ടോ, അപ്പോൾ ഒരു പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണത്. സോ ഇതിൽ നമുക്ക് എങ്ങനെ വരും? അപ്രൈറ്റ് ആയിട്ടൊരു പിരമിഡാണ് പിരമിഡ് ഓഫ് നമ്പർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ നോക്കി, ഇപ്പം നമ്മളൊരു ഒരു ഹ്യൂജ് ട്രീ ആണ് എടുക്കുന്നതെങ്കിൽ ആ ഹ്യൂജ് ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ബേർഡ്സ് ഉണ്ടായിരിക്കും. ആ ബേർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെർബിവോഴ്സ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്പർ എന്താ സംഭവിക്കുന്നത്? ബേർഡ്സിൻ്റെ നമ്പർ കൂടുക ചെയ്യുന്നത്. സോ ആ ബേർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് സർവൈവ് ചെയ്യുന്ന കുറേ പാരസൈറ്റ്സ് ഉണ്ടായിരിക്കും. സ്റ്റിൽ എമൗണ്ട് ഓഫ് പാരസൈറ്റ്സ്, നമ്പർ ഓഫ് പാരസൈറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഹൈപ്പർ പാരസൈറ്റ്സ് പിന്നെയും നമ്പർ ഇൻക്രീസ് ചെയ്യാണ്. സോ ഇങ്ങനെയുള്ള കേസ് വരുന്ന സമയത്ത് എന്താണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സിംഗിൾ ട്രീ കൺസിഡർ ചെയ്തു, അതിൽ കുറച്ച് ഹെർബിവോഴ്സ് ബേർഡ്സ് വരുന്നുണ്ട്. ആ ബേർഡ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു കാർണിവോർ ആയിട്ടൊരു ബേർഡാണ് വെച്ചാൽ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന പിരമിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പിൻഡിൽ ഷേപ്ഡ് പിരമിഡ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് പിരമിഡ്സ് ഒബ്റ്റെയിൻ ചെയ്യാം. ഒരു അപ്രൈറ്റ് പിരമിഡ് ഒബ്റ്റെയിൻ ചെയ്യാം, ഇൻവേർട്ടഡ് പിരമിഡ്സ് ആവാം, അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് പിരമിഡ്സ് ആവാം. സോ ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് പിരമിഡ്സ് നമുക്ക് പിരമിഡ് ഓഫ് നമ്പേഴ്സിൽ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറഞ്ഞാൽ എത്ര ബയോമാസ് ആണ് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കത് അത് വെച്ചൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസ് ഒബ്റ്റെയിൻ ചെയ്യും. ബയോമാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ മാസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഇൻറ്റു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ട്രോഫിക് ലെവൽസ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ മാസം അതുപോലെ തന്നെ എത്ര ഇൻഡിവിജ്വൽ സ്പീഷീസ് ഉണ്ട് ഒരു ട്രോഫിക് ലെവലിൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബയോമാസ് ഒബ്റ്റെയിൻ ചെയ്യും. ആ ബയോമാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിരമിഡ് ഓഫ് ബയോമാസ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. കമ്പാരിസൺ ആണെങ്കിലും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനാണെങ്കിലും ഒക്കെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പിരമിഡ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സ്പീഷീസ് വളരെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ അക്യുറേറ്റ്ലി അല്ലേ. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഇമ്മച്വർ ഫോംസ് ആയിട്ടുള്ള ഇതുണ്ടായിരിക്കും, സ്പീഷീസ് ഉണ്ടായിരിക്കും. സോ അത് നമുക്ക് ഫുഡ് ചെയിനിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ആസ് എ നമ്പർ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. സോ അതേപോലെ തന്നെ റിഗാർഡ്ലെസ് ഓഫ് സൈസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പിരമിഡ് ഓഫ് നമ്പേഴ്സിൽ നമ്പർ ഓഫ് സ്പീഷീസ് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ അത് ഫുഡ് ചെയിനിൽ ഇൻവോൾവ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ഹാവ് ടു കൺസിഡർ ദ നമ്പർ ഓഫ് സ്പീഷീസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ സൈസസ്. പിരമിഡ് ഓഫ് ബയോമാസിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റവും അതുപോലെ തന്നെ അക്വാറ്റിക് എക്കോസിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമാണ് എടുത്തിരിക്കണമെങ്കിൽ നോക്കിയ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ലാർജ് എമൗണ്ടിൽ വരുന്നത്. സോ ബയോമാസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ദെൻ നെക്സ്റ്റ് ഹെർബിവോഴ്സ്, അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. സോ അതിൻ്റെ ബയോമാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. അങ്ങനെ ഓരോ ട്രോഫിക് ലെവൽസ് കൂടുന്തോറും ബയോമാസിൻ്റെ ട്രാൻസ്ഫർ എന്തായിരിക്കും? കുറഞ്ഞിട്ടാണ് വരിക. സോ വിൽ ബി ഒബ്റ്റെയിനിങ് ആൻഡ് അപ്രൈറ്റ് പിരമിഡ് അല്ലേ. ദെൻ അതേസമയം ഒരു അക്വാറ്റിക് എക്കോസിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സൂ പ്ലാങ്ക്ടൻസ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഒക്കെ ആയിരിക്കും. സോ അതിൻ്റെ എമൗണ്ട് എന്താണ്? ബയോമാസ് വളരെ കുറവായിരിക്കും. ദെൻ അതിൻ്റെ ട്രോഫിക് ലെവൽസിലോട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും എന്ത് സംഭവിക്കും? ബയോമാസ് കൂടിയാണ് വരിക അല്ലേ. സോ അതിനെ കൺസ്യൂം ചെയ്യുന്ന സ്മോളർ ഫിഷസ് ആയിരിക്കും. ആ സ്മോളർ ഫിഷസിനെ കൺസ്യൂം ചെയ്യുന്ന കാർണിവോർ ആയിട്ടുള്ള ഫിഷസ് ആയിരിക്കും. സോ ബയോമാസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താൽ വരിക. സോ ഒരു അക്വാറ്റിക് ഇക്കോസിസ്റ്റത്തിൻ്റെ കേസിൽ ഇൻവേർട്ടഡ് പിരമിഡ്സ് ആയിരിക്കും നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ പിരമിഡ് ഓഫ് ബയോമാസിൻ്റെ അഡ്വാൻറ്റേജ്
അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞ സമയത്ത് ഇമ്മെച്യൂർ ആയിട്ടുള്ള സ്പീഷീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല, അതേപോലെ തന്നെ സൈസ് കൺസിഡർ ചെയ്യാതെ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്യും എന്ത് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ സോ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബയോമാസ് എക്സാക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ദെൻ അതുപോലെ തന്നെ ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, ബയോമാസിൻ്റെ എമൗണ്ടിൽ വേരിയേഷൻ വരും. സോ അതിൻ്റെ റിസൾട്ടിനെ അത് എഫക്റ്റ് ചെയ്യും. ദെൻ സെയിം സൈസിലുള്ള ഓർഗാനിസംസിന് എല്ലാത്തിനും സെയിം എനർജി ഉണ്ടാവണമെന്നില്ല. സോ ബയോമാസ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആണ്. പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു എനർജി ട്രാൻസ്ഫറാണ് കാണിക്കുന്നത്. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലോട്ട് എത്ര എനർജി ട്രാൻസ്ഫർ വരുന്നുണ്ട് എന്നുള്ളതാണ് എന്താ പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിൽ കാണിക്കുന്നത്. സോ മാക്സിമം എനർജി എന്ന് പറയുന്നത് സോളാർ എനർജിയാണ് അല്ലേ. സോ പ്രൊഡ്യൂസേഴ്സിനായിരിക്കും മാക്സിമം എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നത്. നോക്കിയാൽ മാക്സിമം എനർജി എന്ന് പറയുന്നത് സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് മാക്സിമം എനർജി ഒബ്റ്റെയിൻ ചെയ്യും. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമേഴ്സിന് അതിൻ്റെ 10% ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ആവും. ദെൻ അതിൻ്റെ 10% ഓഫ് എനർജി ആയിരിക്കും സെക്കൻഡറി കൺസ്യൂമേഴ്സിന് വരുന്നത്. അങ്ങനെ എപ്പോഴും നമുക്ക് എന്താണ് പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിൽ എപ്പോഴും ഒരു അപ്രൈറ്റ് പിരമിഡാണ് ഒബ്റ്റെയിൻ ചെയ്യുക. പിരമിഡ് ഓഫ് പ്രൊഡക്ടിവിറ്റിയുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. എപ്പോഴും ഞാൻ പറഞ്ഞു ഇൻവേർട്ടഡ് പിരമിഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നില്ല, അപ്രൈറ്റ് പിരമിഡ്സ് മാത്രമേ ഒബ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ. ആക്ച്വൽ എനർജി ട്രാൻസ്ഫർ അത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള എക്കോസിസ്റ്റംസ് തമ്മിലുള്ള എനർജി ട്രാൻസ്ഫർ നമുക്ക് കമ്പയർ ചെയ്യാനും എളുപ്പമാണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എനർജി ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. അതേപോലെ തന്നെ ഓരോ സ്പീഷീസ് ഓരോ ട്രോഫിക് ലെവലിൽ ഉണ്ടാകുന്ന സ്പീഷീസിൻ്റെ പ്രോബ്ലംസ് അസൈൻ ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും ഡിഫിക്കൽട്ടായിരിക്കും വരിക. സോ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുഡ് ചെയിനിൽ ഒരു ലിങ്കിലോട്ട് ഒരു ഒരു പൊല്യൂട്ടൻ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും, ലാസ്റ്റ് ഫുഡ് ചെയിനിലെ ലാസ്റ്റ് ട്രോഫിക് ലെവൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ കോൺസെൻട്രേഷനിൽ ഒരു ട്രെമൻഡസ് ഇൻക്രിമെൻറ്റ് കാണിക്കുന്നുണ്ട്. സോ അതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ട്രോഫിക് ലെവലിൽ നിന്നുള്ള മറ്റൊരു നെക്സ്റ്റ് ട്രോഫിക് ലെവലിലോട്ട് വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ഓഫ് പൊല്യൂട്ടൻ്റ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് when it is transferred from one trophic level to another. ഉള്ള പൊല്യൂട്ടൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. അത് നോക്കി ലാസ്റ്റ് ട്രോഫിക് ലെവലിലോട്ട് എത്തുമ്പോഴത്തേക്കും എത്രയാണ് എമൗണ്ടിൽ ഇൻക്രിമെൻറ്റ് വരുന്നത് എന്നുള്ളത്. സോ ഇതിനെയാണ് നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇമേജ് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളാണ് ബയോമാഗ്നിഫിക്കേഷൻ. കോസസ് ഓഫ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാകുന്നത്, നമ്മൾ ഈ ഹയർ ട്രോഫിക് ലെവൽസിലുള്ള ഓർഗാനിസംസ് ലോവർ ട്രോഫിക് ലെവൽസിലുള്ള ഓർഗാനിസംസിനെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ. പ്രൊഡ്യൂസറിലാണ് അപ്പോൾ അതുള്ളതെങ്കിൽ പ്രൊഡ്യൂസറിൽ എമൗണ്ട് ഓഫ് പ്രൊഡ്യൂസർ കൺസ്യൂം ചെയ്യുന്നത് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഈ ബയോമാഗ്നിഫിക്കേഷനുള്ള കാരണം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 10% ഓഫ് എനർജി മാത്രമാണ് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് എന്തിനുള്ള റീസൺ എന്ന് പറയുന്നത് ബയോമാഗ്നിഫിക്കേഷനുള്ള റീസൺ എന്ന് പറയുന്നത്. ദെൻ ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസസിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ലോങ് ലിവ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും. അതേപോലെ തന്നെ മൂവബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും. ഫാറ്റ്സിൽ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും. അതേപോലെ തന്നെ ബയോളജിക്കലി ആക്റ്റീവ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സബ്സ്റ്റൻസസ് ആണ് എന്തായിട്ട് മാറുന്നത് ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കാൻ കാരണമാവുന്നത്. അതേപോലെ തന്നെ അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെർക്കുറി, കാഡ്മിയം, ആർസെനിക് പോലെയുള്ള മെറ്റൽസ്, ദെൻ DDT, HCB പോലെയുള്ള പെസ്റ്റിസൈഡ്സ്, ദെൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം എന്തുണ്ടാക്കും, ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ എക്കോസിസ്റ്റം എന്നുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.